നമ്മുടെ റിലേറ്റീവ്സിനാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹൗസ്. എൻ്റെ പേര് ബിപിൻ. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ടെക്നോ പാർക്കിൽ ഒറക്കിൾ എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. സോ വി ആർ ബേസിക്കലി ഫ്രം കോട്ടയം. ഇതാണ് എൻ്റെ വൈഫ്. ഹായ്, എൻ്റെ പേര് റിനു. ഞാനിവിടെ GCSിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് 2 കുട്ടികളാണുള്ളത്. 2 പേര് ഇവിടെ സെന്റ് തോമസ് സ്കൂളിൽ പഠിക്കുന്നു. ഒരാൾ അമയ 3rd സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. സെക്കൻഡ് ഡോട്ടർ UKG പഠിക്കുന്നു. പേര് ഇനിക. ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഒരു പുതിയൊരു ബിഗിനിങ് അല്ലെങ്കിൽ പുതിയൊരു വീട് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, ഫാമിലി ആയിട്ട് വരണം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ വില്ല പ്രോജക്ട്സും ഫ്ലാറ്റ്സും ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ബിൽഡോണിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന കസ്റ്റമൈസേഷൻസ് ആയിരുന്നു. ലാൻഡിൻ്റെ കസ്റ്റമൈസേഷൻ ആണെങ്കിലും നമുക്ക് വീടിനുള്ളിൽ ചെയ്യാവുന്ന കസ്റ്റമൈസേഷൻസ് ആണെങ്കിലും ബിൽഡോൺ വാസ് പെർട്ടിക്കുലർ ഒള്ളി അബൌട്ട് ദ എലിവേഷൻ. ഇപ്പം ബാക്കി പല ബിൽഡേഴ്സിൻ്റെ അടുത്ത് ഞങ്ങൾ അപ്രോച്ച് ചെയ്തപ്പോഴാണെങ്കിലും അവർ ഇനീഷ്യലി നമുക്ക് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് എന്ന് പറയുമെങ്കിലും നമ്മൾ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ അവർ തരുന്ന ഓപ്ഷൻസ് ലിമിറ്റഡ് ആയിരുന്നു. അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള കസ്റ്റമൈസേഷൻസിൽ അവർ തരുന്നുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് തിങ് ഈസ് ലൊക്കേഷൻ. ഒരു 5 to 10 minutes ആണ് ഓഫീസിലേക്ക്. ലെസ് ദാൻ 5 minutes ഉള്ളൂ സ്കൂളിലേക്ക്. 5 minutes ഇല്ല, 2 minutes എത്തി. ദാറ്റ് വാസ് അനദർ തിങ്. ദ ലൊക്കേഷൻ വാസ് ഗുഡ് ഫോർ അസ്. നമുക്കൊരു പുതിയ വീട് വെക്കാന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വീടിനെ പറ്റി ഒരു ഡ്രീം ഉണ്ടാവും. ഫസ്റ്റ് തിങ് തന്നെ നമ്മുടെ പ്ലാനിലായിരുന്നു. പ്ലാൻ തന്നെ നമ്മളൊരു എനിക്ക് തോന്നുന്നു ഒരു 12 or 13 ടൈംസ് നമ്മൾ റീവിസിറ്റ് ചെയ്തു. നമ്മുടെ എന്ത് സജഷൻസ് പറഞ്ഞാലും അവരതെല്ലാം ചേഞ്ച് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ അതിനെ ആക്കി ഒരു 12 റിവിഷൻ കഴിഞ്ഞിട്ടാണ് നമ്മളത് ഡിസൈഡ് ചെയ്തത്. എനിക്കൊരു ഐലൻഡ് കിച്ചൺ വേണമെന്നുള്ളതായിരുന്നു. സോ ആദ്യം നമുക്ക് കിച്ചണിൽ കാര്യമായ സ്പേസ് ഉണ്ടായിരുന്നില്ല, ബട്ട് സ്റ്റിൽ അതിലൊരു ഐലൻഡ് കിച്ചൺ എനിക്ക് ചെയ്യാൻ പറ്റി. അത് നല്ല 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 രീതിയിലാണ് അതിൻ്റെ ഔട്ട്കം വന്നിട്ടുള്ളത്. ഒരു പേഴ്സണൽ സ്പേസ് എന്നുള്ള രീതിയിൽ അണ്ടർ സ്റ്റെയറിൻ്റെ അവിടെ ഒരു സംഘൻ ഏരിയ അത് നമുക്ക് വേണമെന്നുണ്ടായിരുന്നു. ഒരു ഈവനിങ് ഒക്കെ നമുക്കിരുന്ന് കോഫിയൊക്കെ കുടിക്കാനും ഒരു സ്പേസ് എന്നുള്ള രീതിയിൽ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്യാൻ പറ്റി. ഒരു 1 സ്റ്റെപ്പ് ബിലോ ആക്കി നമ്മളത് ചെയ്തെടുത്തു. കിഡ്സ് നമുക്ക് 2 കുട്ടികളുള്ള കാരണം നോർമൽ റൂമിനേക്കാളും സ്പെഷ്യലായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 2 പോർഷനായിട്ട് അതിനെ തിരിച്ച് ഉള്ള സ്പേസിൽ നല്ല രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റി. പ്ലാൻ ടൈമിൽ തന്നെ ഇതെല്ലാം നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത് അതിനുള്ള ഒരു സപ്പോർട്ടാണ് നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇതെല്ലാം നമ്മൾ കവർ ചെയ്തെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അതിൽ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ റിലേറ്റീവ്സിനാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹൗസ്. നമ്മൾ എന്താണോ നമ്മൾ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നത്, നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് അതനുസരിച്ച് നമുക്ക് ഔട്ട്കം കിട്ടിയിട്ടുണ്ട്. സോ ഐ എം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ബിൽഡോൺ.